ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് നോർമൽ ഗുഡ്സ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ് ഈ ടോപ്പിക്കാണ് ചർച്ചാ വിഷയം. നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ വസ്തുക്കൾ എന്നും ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ തരംതാണ വസ്തുക്കൾ എന്നുമാണ് അർത്ഥം. നമുക്ക് ഇവയെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഒരു വസ്തു എത്രമാത്രം വാങ്ങിക്കണമെന്നത് അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ചോദനം എത്രയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്, നിശ്ചയിക്കുന്നത് ഒരു ഉപഭോക്താവിൻ്റെ കൈവശമുള്ള പണത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. അല്ലേ? ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ദാറ്റ് ഡിറ്റർമിൻസ് ഹൗ മച്ച് ക്വാണ്ടിറ്റീസ് ഓഫ് ദ കമ്മോഡിറ്റീസ് ടു ബി പർച്ചേസ്ഡ്. As the price of the commodity, income of the consumer is also one of the determinant of demand. അല്ലേ? യെസ്, ഒട്ടുമിക്ക സാധനങ്ങളുടെ കാര്യത്തിലും ഒരു ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുന്ന മുറയ്ക്ക് അവയുടെ ചോദനവും വർദ്ധിക്കുന്നതായിട്ട് കാണാം. ഒരു ഉപഭോക്താവിൻ്റെ വരുമാനം കുറയുന്ന മുറയ്ക്ക് അവയുടെ ചോദനവും കുറയുന്നതായിട്ട് കാണാം. ഇല്ലേ? As income increases, demand also increases. As income of the consumer decreases, demand also decreases for most of the commodities. Isn't it? അങ്ങനെയല്ലേ ഉണ്ടാവുക? Yes. So we can say there is a direct or positive relationship exists between demand and income of the consumer. ഒരു ഉപഭോക്താവിൻ്റെ വരുമാനവും സാധനത്തിൻ്റെ ചോദനവും തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്, ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് ഉണ്ടാവുന്നത് ഒട്ടുമിക്ക സാധനങ്ങളുടെ കേസിലും. ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് എ നോർമൽ ഗുഡ്. സോ വി ക്യാൻ സേ ദാറ്റ് നോർമൽ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് ഹൂസ് ഡിമാൻഡ് ഇൻക്രീസസ് വിത്ത് ദി റൈസ് ഇൻ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ആൻഡ് ഡിമാൻഡ് ഡിക്രീസസ് with the fall in the income of the consumer. ഒരു വസ്തുവിൻ്റെ ചോദനം ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ വർദ്ധിക്കുകയും ഒരു വസ്തുവിൻ്റെ ചോദനം ഉപഭോക്താവിൻ്റെ വരുമാനം കുറയുമ്പോൾ കുറയുകയും ചെയ്യുന്നുവെങ്കിൽ അത്തരം വസ്തുക്കളെ നമുക്ക് സാധാരണ വസ്തുക്കൾ അഥവാ നോർമൽ ഗുഡ്സ് എന്ന് വിളിക്കാം. വിലയിലുള്ള മാറ്റം ഒരു നോർമൽ ഗുഡിൻ്റെ ചോദനത്തിൽ എന്ത് തരം മാറ്റമാണ് ഉണ്ടാക്കുന്നത് എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. The effect on the quantity demanded of a commodity due to the changes in its own price is called price effect. This shows the total effect of price change. അല്ലേ? The total effect of price change or price effect can be split into two. One is substitution effect and other is income effect. ഈ രണ്ട് ഇഫക്റ്റും നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് നമുക്ക് ഒരു ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഗ്രാഫിൽ എക്സ് ആക്സിസിൽ നോർമൽ ഗുഡായ ഗുഡ് എക്സും വൈ ആക്സിസിൽ ഗുഡ് വൈയുമാണ് അളക്കുന്നത്. ഇവിടെ PL എന്ന് പറയുന്ന ബജറ്റ് ലൈൻ ഇൻഡിഫറൻസ് കർവ് IC1നെ സ്പർശിച്ചിരിക്കുന്ന പോയിൻ്റാണ് A എന്ന് പറയുന്ന പോയിന്റ്. ഈ ഇക്വിലിബ്രിയം പോയിന്റ് പ്രകാരം നമ്മുടെ കൺസ്യൂമർ OX എമൗണ്ട് ഓഫ് ഗുഡ് എക്സ് വാങ്ങിക്കുന്നു. ഓക്കെ, ഇനി വിചാരിക്കുക, നോർമൽ ഗുഡായ ഗുഡ് എക്സിൻ്റെ വില കുറയുന്നു എങ്കിൽ ബജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യും. ഗുഡ് എക്സിൻ്റെ വില കുറഞ്ഞതിന് ശേഷം നമ്മുടെ ബജറ്റ് ലൈൻ PL' എന്ന് പറയുന്ന രൂപം പ്രാപിച്ചിരിക്കുന്നു. ഓക്കെ, PL' എന്ന് പറയുന്ന ബജറ്റ് ലൈൻ ഉയർന്ന ഇൻഡിഫറൻസ് കർവായ IC2വിനെ സ്പർശിച്ചിരിക്കുന്ന ടാൻജന്റ് ചെയ്തിരിക്കുന്ന പോയിന്റാണ് പോയിന്റ് B. ഈ ഇക്വിലിബ്രിയം പോയിന്റ് പ്രകാരം നമ്മുടെ ഉപഭോക്താവ് ഇവിടെ X1 എമൗണ്ട് ഓഫ് ഗുഡ് എക്സ് വാങ്ങിക്കുന്നു. അതായത് ഗുഡ് എക്സിൻ്റെ വില കുറഞ്ഞപ്പോൾ നേരത്തെ വാങ്ങിയിരുന്ന OX എമൗണ്ട് ഓഫ് എക്സിന് പകരം ഇദ്ദേഹം OX1 എമൗണ്ട് ഓഫ് ഗുഡ് എക്സ് വാങ്ങിക്കുന്നു. എന്ന് വെച്ചാൽ X1 എമൗണ്ട് ഓഫ് ഗുഡ് എക്സ് അധികമായി വാങ്ങിക്കുന്നു.
ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബിയിലേക്കുള്ള നമ്മുടെ ഉപഭോക്താവിൻ്റെ മാറ്റത്തെയാണ് പ്രൈസ് ഇഫക്റ്റ് എന്ന് നാം പറയുന്നത്. നോർമൽ ഗുഡിൻ്റെ കാര്യത്തിൽ പ്രൈസ് ഇഫക്റ്റ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ വില കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ വില കുറഞ്ഞ സാധനം കൂടുതലായി വാങ്ങിക്കുന്നു. ഇവിടെ X1 എമൗണ്ട് ഓഫ് ഗുഡ് എക്സിൻ്റെ വില കുറഞ്ഞത് കൊണ്ട് നാം അധികമായി വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഗുഡ് എക്സിൻ്റെ വില കുറഞ്ഞത് കൊണ്ട് നമ്മുടെ ഉപഭോക്താവിൻ്റെ ക്രയശേഷി വർദ്ധിച്ചതായി, അദ്ദേഹത്തിൻ്റെ പർച്ചേസിംഗ് പവർ വർദ്ധിച്ചതായി കാണാം. അതായത് അദ്ദേഹത്തിൻ്റെ റിയൽ ഇൻകം വർദ്ധിച്ചതായി കാണാം. അതുകൊണ്ടാണല്ലോ ഉയർന്ന ഇൻഡിഫറൻസ് കർവായ IC2വിനെ സ്പർശിക്കുന്ന ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിച്ചേരാനും കൂടുതലായിട്ട് ഗുഡ് എക്സ് വാങ്ങിക്കാനും അദ്ദേഹത്തിന് പറ്റിയത്. ഇങ്ങനെ നമ്മുടെ ഉപഭോക്താവിന് അധികമായി ലഭിച്ചിട്ടുള്ള റിയൽ ഇൻകം അദ്ദേഹത്തിൽ നിന്നും എടുത്തു മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഇൻകം ഇഫക്റ്റും വേർതിരിച്ച് കാണിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതിന് നാം ചെയ്യും അദ്ദേഹത്തിന് അധികമായി ലഭിച്ചിട്ടുള്ള റിയൽ ഇൻകം എടുത്തു മാറ്റിക്കൊണ്ടുള്ള ഒരു പുതിയ ബജറ്റ് ലൈൻ PL എന്ന് പറയുന്ന അതേ പ്രൈസ് റേഷ്യോയിൽ, അതേ ചരിവിൽ നാം അതിന് താഴെയായി വരയ്ക്കുകയാണ്. അതും അദ്ദേഹത്തിന് നേരത്തെ ലഭിച്ചിരുന്ന സംതൃപ്തി ലഭിക്കത്തക്ക വിധത്തിൽ നാം അതിനെ താഴേക്ക് വരയ്ക്കുകയാണ്. ഈ പുതിയ ബജറ്റ് ലൈൻ നമുക്ക് P0L0 എന്ന് പേരിടാം. ഈ P0L0 എന്ന് പറയുന്ന പുതിയ ബജറ്റ് ലൈനിൽ നമ്മുടെ ഉപഭോക്താവിന് അധികമായി ലഭിച്ചിട്ടുള്ള റിയൽ ഇൻകം ഇല്ല. അത് എടുത്ത് മാറ്റിയതിന് ശേഷമുള്ള ബജറ്റ് ലൈനാണിത്. ഈ ബജറ്റ് ലൈൻ നമ്മുടെ PL' സമാന്തരമായിട്ടാണ് താഴേക്ക് വരച്ചിരിക്കുന്നത്. അതായത് PL' അതേ ചരിവ് തന്നെയാണ് ഇവിടെ P0L0ക്കും ഉള്ളത്. ഈ പുതിയ P0L0 ബജറ്റ് ലൈൻ നമ്മുടെ ഇൻഡിഫറൻസ് കർവായ IC1നെ സ്പർശിക്കുന്ന ബിന്ദുവാണ് C എന്ന് പറയുന്ന ബിന്ദു. ഇത് പ്രകാരം അദ്ദേഹം ഇവിടെ OX0 എമൗണ്ട് ഗുഡ് എക്സ് വാങ്ങിക്കുന്നു. മനസ്സിലായില്ലേ? എങ്കിൽ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സിയിലേക്കുള്ള നമ്മുടെ കൺസ്യൂമറുടെ മാറ്റം നിർബന്ധമായും വിലയിലുള്ള, ആപേക്ഷിക വിലയിലുള്ള മാറ്റം മൂലമായിരിക്കും. അല്ലാതെ എന്തിനെ കൊണ്ട് ആവില്ല? വരുമാനത്തെ കൊണ്ട് ആവില്ല. കാരണം വരുമാനമൊക്കെ നമ്മൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞതാണ്. എങ്കിൽ ഗുഡ് എക്സിൻ്റെ വില കുറഞ്ഞപ്പോൾ ഗുഡ് വൈയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആപേക്ഷിക വില കുറഞ്ഞിരിക്കുന്നു. ആപേക്ഷിക വില കുറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം കൂടുതൽ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. X0 എമൗണ്ട് ഓഫ് എക്സ് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. എന്തിന് പകരമായിട്ട്? ഡിയറർ കമ്മോഡിറ്റിയായ വൈക്ക് പകരമായിട്ട്. അപ്പോൾ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സിയിലേക്കുള്ള നമ്മളുടെ ഉപഭോക്താവിൻ്റെ മാറ്റത്തെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് വിളിക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഏത് കമ്മോഡിറ്റിയുടെ കാര്യത്തിലും ഒരേ ദിശയിലായിരിക്കും. എന്ന് വെച്ചാൽ എ കൺസ്യൂമർ പ്രിഫർ ആൾവേസ് മോർ എമൗണ്ട് ഓഫ് റിലേറ്റീവ്ലി ചീപ്പർ കമ്മോഡിറ്റി ഫോർ ഡിയറർ കമ്മോഡിറ്റി. ഇനി നേരത്തെ എടുത്തു മാറ്റിയിട്ടുള്ള റിയൽ ഇൻകം നമ്മുടെ ഉപഭോക്താവിന് തിരികെ നൽകുകയാണ് എങ്കിൽ P0L0 എന്ന് പറയുന്ന ബജറ്റ് തെന്നി മാറി ഏത് ബജറ്റ് ലൈനായിട്ട് മാറും? PL' എന്ന് പറയുന്ന ബജറ്റ് ലൈനായിട്ട് മാറും. PL' ആണ് നമ്മുടെ ബജറ്റ് ലൈൻ എങ്കിൽ നമ്മുടെ ഉപഭോക്താവ് B എന്ന് പറയുന്ന പോയിന്റിൽ ആയിരിക്കും ഇക്വിലിബ്രിയത്തിൽ എത്തും. C എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും B എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള നമ്മുടെ ഉപഭോക്താവിൻ്റെ മാറ്റം നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ അധികമായി ലഭിച്ച ഇൻകം മൂലമാണ്. എങ്കിൽ C എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും Bയിലേക്കുള്ള മാറ്റത്തെ നമുക്ക് ഇൻകം ഇഫക്റ്റ് എന്ന് പറയാം. ഈ ഇൻകം ഇഫക്റ്റ് മൂലം നമ്മുടെ കൺസ്യൂമർ X0 എമൗണ്ടിൽ നിന്നും അദ്ദേഹം അധികമായിട്ട് X1 എമൗണ്ട് ഓഫ് ഗുഡ് എക്സ് വാങ്ങിച്ചതായി നമുക്ക് കാണാം. അതായത് X0 X1 എന്ന് പറയുന്ന ഈ ഭാഗം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇൻകം ഇഫക്റ്റിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇവിടെ വില കുറഞ്ഞപ്പോൾ നമ്മുടെ ഉപഭോക്താവ് കൂടുതലായി ഗുഡ് എക്സ് വാങ്ങിച്ചതായി കാണാം.
എങ്കിൽ നോർമൽ ഗുഡിൻ്റെ കാര്യത്തിൽ ലോ ഓഫ് ഡിമാൻഡ് ഇവിടെ കൃത്യമായി പാലിച്ചിരിക്കുന്നു. ചില സാധനങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുക. അതായത് ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ ചോദനം കുറയും, ഉപഭോക്താവിൻ്റെ വരുമാനം കുറയുകയാണെങ്കിൽ ചോദനം വർദ്ധിക്കും. ഇത്തരം വസ്തുക്കളെയാണ് തരംതാണ വസ്തുക്കൾ അഥവാ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് നാം വിളിക്കുന്നത്. ഇൻ കേസ് ഓഫ് certain ഗുഡ്സ് ഡിമാൻഡ് ഡിക്രീസസ് വിത്ത് ദ റൈസ് ഇൻ ഇൻകം ആൻഡ് ഇൻക്രീസസ് വിത്ത് ദ fall in income. Such type of goods are called as inferior goods. ഇൻഫീരിയർ ഗുഡ്സിൻ്റെ പ്രൈസ് ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും അതേപോലെ തന്നെ ഇൻകം ഇഫക്റ്റും നമുക്ക് ഒരു ഗ്രാഫിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ചിത്രത്തിൽ എക്സ് അക്ഷത്തിൽ ഇൻഫീരിയർ ഗുഡ് എക്സ് ആണ് നാം അളക്കുന്നത്. പി എൽ എന്ന് പറയുന്നത് ബജറ്റ് ലൈനാണ്. ഇൻഡിഫറൻസ് കർവ് IC1നെ സ്പർശിച്ചിരിക്കുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലാണ്. അതുപ്രകാരം അദ്ദേഹം OX എമൗണ്ട് ഓഫ് ഇൻഫീരിയർ ഗുഡ് എക്സ് വാങ്ങിക്കുന്നുണ്ട്. ഇനി ഗുഡ് എക്സിൻ്റെ വില കുറഞ്ഞു, ബജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്തു, PL' ആയി മാറി. ഉയർന്ന ഇൻഡിഫറൻസ് കർവ് IC2വിനെ സ്പർശിച്ചിരിക്കുന്ന പോയിന്റാണ് പോയിന്റ് ബി. ഇത് പ്രകാരം അദ്ദേഹം ഇവിടെ OX0 എമൗണ്ട് ഓഫ് ഗുഡ് എക്സ് വാങ്ങിക്കുന്നുണ്ട്. റൈറ്റ്, എയിൽ നിന്നും ബിയിലേക്കുള്ള മാറ്റത്തെയാണ് നാം എന്ത് വിളിച്ചിരുന്നത്? പ്രൈസ് ഇഫക്റ്റ് എന്ന് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഉപഭോക്താവിന് അധികമായി ലഭിച്ചിട്ടുള്ള റിയൽ ഇൻകം അദ്ദേഹത്തിൽ നിന്നും എടുത്തു മാറ്റുകയാണ്. അതുപ്രകാരം നാം പുതിയൊരു ബജറ്റ് ലൈൻ വരച്ചിരിക്കുന്നു. അതാണിത് P0L0. P0L0 PL' സമാന്തരമായി താഴേക്ക് വരച്ചിരിക്കുകയാണ്. PL' അതേ ചരിവ് തന്നെയാണ് P0L0ക്കും ഉള്ളത്. നമ്മുടെ P0L0 എന്ന് പറയുന്ന പുതിയ റിയൽ ഇൻകം എടുത്തു മാറ്റിയതിന് ശേഷമുള്ള ബജറ്റ് ലൈൻ ഇൻഡിഫറൻസ് കർവ് IC1നെ സ്പർശിച്ചിരിക്കുന്ന പോയിന്റാണ് പോയിന്റ് സി. അതുപ്രകാരം അദ്ദേഹം ഇവിടെ OX1 എമൗണ്ട് ഓഫ് ഇൻഫീരിയർ ഗുഡ് എക്സ് വാങ്ങിക്കുന്നു. ഓക്കെ, എങ്കിൽ എയിൽ നിന്നും സിയിലേക്കുള്ള മാറ്റം നിർബന്ധമായും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് മൂലമാണ്. അതായത് പീപ്പിൾ ആൾവേസ് പ്രിഫർ ചീപ്പർ കമ്മോഡിറ്റി ഫോർ ഡിയറർ കമ്മോഡിറ്റി. ഗുഡ് എക്സിൻ്റെ വില കുറഞ്ഞത് കാരണം അദ്ദേഹം X1 എമൗണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഗുഡ് എക്സ് ഏതിന് പകരമായിട്ട്? ഗുഡ് വൈക്ക് പകരമായിട്ട്. എങ്കിൽ നമ്മളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് സെയിം ദിശയിൽ തന്നെയാണ് പോകുന്നത്. റൈറ്റ്, ഓക്കെ. അപ്പം ഇൻഫീരിയർ ഗുഡിൻ്റെ കാര്യത്തിലും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ത് തന്നെയായിരിക്കും? അതേ ദിശയിൽ തന്നെയായിരിക്കും പോവുക. ചീപ്പർ കമ്മോഡിറ്റി കൂടുതൽ വാങ്ങുന്ന അതേ ദിശയിൽ തന്നെയായിരിക്കും പോവുക. റൈറ്റ്, അപ്പോൾ നമ്മളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഇവിടെ എത്രയാണ്? X1. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇനി നമ്മുടെ ഉപഭോക്താവിൽ നിന്നും നേരത്തെ എടുത്ത് മാറ്റിയിട്ടുള്ള റിയൽ ഇൻകം അദ്ദേഹത്തിന് തിരികെ നൽകിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ബജറ്റ് ലൈൻ ഏത് തന്നെയായി മാറും? PL' തന്നെയായിട്ട് മാറും. അങ്ങനെ തിരികെ നൽകിയപ്പോൾ നമ്മുടെ ഉപഭോക്താവ് സിയിൽ നിന്നും എവിടെ എത്തിക്കഴിഞ്ഞു? ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞു. എങ്കിൽ സിയിൽ നിന്നും ബിയിലേക്കുള്ള മാറ്റം നിശ്ചയമായും ഇൻകം ഇഫക്റ്റ് മൂലമാണ്, അല്ലേ? റിയൽ ഇൻകം വർദ്ധിച്ചത് മൂലമാണ്. എങ്കിൽ സിയിൽ നിന്നും ബിയിലേക്കുള്ള മാറ്റത്തെയാണ് നാം എന്ത് വിളിക്കുന്നത്? ഇൻകം ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇൻകം ഇഫക്റ്റിൻ്റെ ദിശ നോക്കിക്കോളൂ, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഏതിൻ്റെ? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മളുടെ ഇൻകം ഇഫക്റ്റ് ഇൻഫീരിയർ കമ്മോഡിറ്റിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അധികം ഇൻകം ലഭിച്ചപ്പോൾ അദ്ദേഹം ചീപ്പർ കമ്മോഡിറ്റിയായ ഇൻഫീരിയർ കമ്മോഡിറ്റിയായ ഗുഡ് എക്സിൻ്റെ അളവ് കുറച്ചു. X1ന് പകരം അദ്ദേഹം ഇപ്പോൾ എത്രയേ വാങ്ങിക്കുന്നുള്ളൂ? OX0 എമൗണ്ട് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. എങ്കിൽ ഇവിടെ ഇൻഫീരിയർ കമ്മോഡിറ്റിയുടെ കാര്യത്തിൽ ഇൻകം ഇഫക്റ്റ് എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. ഇൻകം ഇഫക്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ പോലും മാർഷേലിയൻ ലോ ഓഫ് ഡിമാൻഡ് അവിടെ അപ്ലിക്കബിൾ ആണ്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഇൻഫീരിയർ ഗുഡിൻ്റെ കാര്യത്തിൽ വളരെ പവർഫുൾ ആണ്, വളരെ സ്ട്രോങ് ആണ്. എന്നാൽ നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് അത്രമാത്രം ശക്തമല്ല. ഓക്കെ, അത് കാരണം
law of demand still applicable in the case of inferior goods. ഓക്കെ, ഇതിൽ നിന്നും അല്പം വ്യത്യാസമുള്ള ഒരു പഠനമാണ് സർ റോബർട്ട് ഗിഫൺ അതിദരിദ്രരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ നടത്തിയ ഒരു പഠനം. ഇദ്ദേഹത്തിൻ്റെ നിഗമനം ഒരു വിരോധാഭാസമായി, ഒരു പാരഡോക്സായി തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പഠനത്തെ നമ്മൾ ഗിഫൻസ് പാരഡോക്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കൂടാതെ ഇത് കണ്ടെത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ പേര് സർ റോബർട്ട് ഗിഫൻ എന്നായതുകൊണ്ട് ഇത്തരം വസ്തുക്കളെ നമ്മൾ ഗിഫൻ ഗുഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഗിഫൻ ഗുഡ്സ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഗുഡ് എക്സ് എന്ന് പറയുന്നത് ഒരു ഗിഫൻ ഗുഡാണ്, ഇൻഫീരിയർ ഗുഡാണ്, എന്തുമാണ് ഗിഫൻ ഗുഡ് കൂടിയാണ്. ശ്രദ്ധിച്ചോളൂ. PL എന്ന് പറയുന്നത് ബജറ്റ് ലൈനാണ്. ഇൻഡിഫറൻസ് കർവ് IC1നെ സ്പർശിച്ചിരിക്കുന്ന പോയിന്റാണ് A. അതുപ്രകാരം നമ്മളുടെ കൺസ്യൂമർ OX എമൗണ്ട് ഓഫ് ഗുഡ് എക്സ് വാങ്ങിക്കുന്നുണ്ട്. റൈറ്റ്, ഗുഡ് എക്സിൻ്റെ വില കുറഞ്ഞു, ബജറ്റ് ലൈൻ PL' ആയി ഷിഫ്റ്റ് ചെയ്തു. ഉയർന്ന ഇൻഡിഫറൻസ് കർവായ IC2വിലെ B എന്ന് പറയുന്ന പോയിന്റിൽ എത്തിച്ചേരുകയും തൽഫലമായി ഇവിടെ OX 0 എമൗണ്ട് ഓഫ് ഗുഡ് എക്സ് അദ്ദേഹം വാങ്ങിക്കുകയും ചെയ്യുന്നു. എയിൽ നിന്നും ബിയിലേക്കുള്ള മാറ്റത്തെയാണ് നാം പ്രൈസ് ഇഫക്റ്റ് എന്ന് വിളിച്ചിരിക്കുന്നത്. റൈറ്റ്, ഇനി നോക്കുക. നമ്മുടെ കൺസ്യൂമറിന് അധികമായി ലഭിച്ചിട്ടുള്ള റിയൽ ഇൻകം എടുത്തു മാറ്റിയതിന് ശേഷം PL' സമാന്തരമായി വരച്ചിട്ടുള്ള ബജറ്റ് ലൈനാണ് P0L0. P0L0 ബജറ്റ് ലൈൻ ഇൻഡിഫറൻസ് കർവ് IC1നെ സ്പർശിച്ചിരിക്കുന്ന ബിന്ദുവാണ് പോയിന്റ് C. അതുപ്രകാരം OX1 എമൗണ്ട് ഓഫ് ഗുഡ് എക്സ് നമ്മുടെ കൺസ്യൂമർ വാങ്ങിക്കുന്നുണ്ട്. എങ്കിൽ എയിൽ നിന്നും സിയിലേക്കുള്ള മാറ്റത്തെയാണ് നാം സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് വിളിച്ചിരിക്കുന്നത്. ഇത് നോർമൽ ഗുഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഇൻഫീരിയർ ഗുഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഒരേ ദിശയിലേക്ക് തന്നെയാണ് പോകുന്നത്. പീപ്പിൾ ആൾവേസ് പ്രിഫർ ചീപ്പർ കമ്മോഡിറ്റി ഫോർ ഡിയറർ കമ്മോഡിറ്റി. റൈറ്റ്, നമ്മുടെ കേസിൽ വലത് ഭാഗത്തേക്കാണ് പോകുന്നത്. റൈറ്റ്, ഇനി നമ്മുടെ കൺസ്യൂമറുടെ എടുത്തു മാറ്റിയിട്ടുള്ള റിയൽ ഇൻകം അദ്ദേഹത്തിന് തിരികെ നൽകിയിട്ടുണ്ട് എങ്കിൽ ബജറ്റ് ലൈൻ PL' എന്ന് പറയുന്ന രൂപം പ്രാപിക്കും. എങ്കിൽ അദ്ദേഹം C എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബിയിലേക്ക് മാറും. ഈ C എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബിയിലേക്കുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള മാറ്റത്തെയാണ് നാം എന്ത് വിളിക്കുന്നത്? ഇൻകം ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അതുപ്രകാരം ബിക്ക് നേരെ എത്ര എമൗണ്ടേ അദ്ദേഹം വാങ്ങിക്കുന്നുള്ളൂ? X0 എമൗണ്ട് ഓഫ് ഗുഡ് X1 മാത്രമേ അദ്ദേഹം വാങ്ങിക്കുന്നുള്ളൂ, ഇല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനേക്കാളും ശക്തമായിട്ടുള്ള ഒരു ഇഫക്റ്റ് ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഇൻകം ഇഫക്റ്റിൽ ബാക്ക്വേർഡ് ഇഫക്റ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇവിടെയും വരുമാനം കൂടിയപ്പോൾ കൺസ്യൂമർ ആ വസ്തുവിൻ്റെ ഉപഭോഗം കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വരുമാനം ഒത്തിരി ഉണ്ടായിരുന്നു. കാരണം മേജർ പോർഷൻ ഓഫ് ഇൻകം ഹി ഹാസ് സ്പെൻറ്റ് ടു ബൈ ദി കമോഡിറ്റി എക്സ്. അതുകൊണ്ട് എക്സിൻ്റെ വില കുറഞ്ഞപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് അദ്ദേഹത്തിന് അധികം ലഭിക്കുകയും ആ അധികമായിട്ട് ലഭിച്ചിട്ടുള്ള വരുമാനം അദ്ദേഹം ഉയർന്ന സുപ്പീരിയർ ഗുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളുടെ വില കുറഞ്ഞ ഗുഡ് എക്സിൻ്റെ ചോദനം എക്സിൽ നിന്നും എത്രയായി കുറഞ്ഞത്? X0 ആയി കുറഞ്ഞത്. റൈറ്റ്, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ഔട്ട്വേ ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇവിടെ ഗിഫൻ ഗുഡ്സിൻ്റെ കാര്യത്തിൽ മാർഷലിൻ്റെ ലോ ഓഫ് ഡിമാൻഡ് അപ്ലിക്കബിൾ അല്ല. വില കുറഞ്ഞപ്പോൾ ഇവിടെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഗിഫൻ ഗുഡ്സ് വാങ്ങിച്ചിരിക്കുന്നത്. എങ്കിൽ യൂഷ്വൽ ഡൗൺവേർഡ് ഡിമാൻഡ് കർവിന് പകരം അപ്വേർഡ് ഡിമാൻഡ് കർവായിരിക്കും ഗിഫൻ ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഉണ്ടാകും. ഇൻഫീരിയർ ഗുഡും ഗിഫൻ ഗുഡും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ഇൻകം ഇഫക്റ്റ് ഔട്ട്വേ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഇൻ ദ കേസ് ഓഫ് ഗിഫൻ ഗുഡ്സ്. വരുമാന പ്രഭാവം പ്രബലമായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനേക്കാളും ഗിഫൻ ഗുഡിൻ്റെ കാര്യത്തിൽ. എന്നാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പ്രബലമായിരിക്കും ഇൻകം ഇഫക്റ്റിനേക്കാളും
നമ്മുടെ ഇൻഫീരിയർ ഗുഡിൻ്റെ കാര്യത്തിൽ. ഇന്ന് സ്വല്പം ബുദ്ധിമുട്ടുള്ള 2-3 ഗ്രാഫുകൾ നാം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാഫ് ഒന്നും ആവശ്യമില്ല. ഇത് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള പ്രധാന കാരണം നിങ്ങൾക്ക് കൃത്യമായി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഇൻകം ഇഫക്റ്റും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പരീക്ഷയ്ക്ക് നോർമൽ ഗുഡിൻ്റെയും ഇൻഫീരിയർ ഗുഡിൻ്റെയും ഗിഫൻ ഗുഡിൻ്റെയും പ്രൈസ് ഇഫക്റ്റും ഇൻകം ഇഫക്റ്റും അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഒക്കെ ചോദിച്ചേക്കാം. അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ എന്നെ കേട്ടിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.